2010 അന്ന് സിംബു പ്രധാന വേഷത്തിലെത്തുന്ന തൻ്റെ ആദ്യ സംവിധാന ചിത്രത്തിൻ്റെ പിന്നണിയിലായിരുന്നു നെൽസൺ. തനിക്കേറെ പ്രതീക്ഷയുള്ള തൻ്റെ ആദ്യ സിനിമ. പക്ഷേ പല കാരണങ്ങളാൽ അന്നത് നടക്കാതെ പോയി. ഷൂട്ടിൻ്റെ പകുതി വെച്ച് ചിത്രം ഉപേക്ഷിക്കപ്പെട്ടു. പിന്നെ കുറച്ചു കാലത്തേക്ക് ടെലിവിഷൻ അവാർഡ് ഷോകളുടെ ഡയറക്ടറായിരുന്നു നെൽസണെ കണ്ടത്. അങ്ങനെ ഒരു 8 വർഷം കടന്നുപോയി. അയാൾ വീണ്ടും ഒരു സിനിമയുമായി എത്തി. തൻ്റെ ആദ്യ ചിത്രം കൊലമാവ് കോകില തമിഴ് സിനിമയ്ക്ക് ഒരു കൾച്ചറൽ ഷോക്ക് നൽകി. ഇതെന്താ ഇങ്ങനെയെന്നും ഇങ്ങനെയും സിനിമ എടുക്കാമെന്നും ആളുകളെ കൊണ്ട് ചിന്തിപ്പിച്ചു. നയൻതാരയെ പ്രധാന വേഷത്തിൽ അവതരിപ്പിച്ച ബ്ലാക്ക് കോമഡി ക്രൈം പടം അന്നേ വരെ കണ്ട ഫീമെയിൽ ഓറിയന്റഡ് സിനിമകളിൽ നിന്നും വേറിട്ട് നിന്നു. കോകിലയ്ക്കൊരു ബാഗും അതിനകത്തൊരു തോക്കും ഡ്രഗും വെച്ചുകൊടുത്ത് കൺവെൻഷണൽ സിനിമകളിൽ നിന്നും മാറി ചിന്തിച്ച സംവിധായകനായി നെൽസൺ. ആദ്യ സിനിമ സൂപ്പർ ഹിറ്റ് അടിച്ചുകൊണ്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ തുടക്കം. 8 വർഷത്തിനിപ്പുറം ജയിലർ 2 അയാൾ ഹോൾഡ് ചെയ്യുന്നത് ബോളിവുഡ് മുതൽ മോളിവുഡ് വരെയുള്ള സൂപ്പർ താരങ്ങളുടെ ഡേറ്റുകളാണ്. കോളിവുഡ് പില്ലേഴ്സിന്റെ റീയൂണിയന്റെ കപ്പിത്താനാകാൻ ഭാഗ്യം തേടിയെത്തിയത് ആദ്യ സിനിമ നടക്കാതെ പോയി വിഷമിച്ച ആ 41-കാരനാണ്. കോളിവുഡ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന 2 സിനിമകൾ, രണ്ടിൻ്റെയും സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ. കയ്യിൽ വേറെ ഒന്നുമില്ലെങ്കിലും കഥയുണ്ടെങ്കിൽ അത് നമ്മളെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ജയിലർ 2 ഹൈപ്പിന്റെ പരകോടിയാണ് രജനി കമൽ ചിത്രത്തിന്റെ ഹൈപ്പ്. ഇരുവരും 4 പതിറ്റാണ്ടിനിപ്പുറം ഒന്നിക്കുന്നു എന്നത് മാത്രമല്ല അതിനു കാരണം, നെൽസൺ അത് സംവിധാനം ചെയ്യുന്നു എന്നത് കൂടിയാണ്. ആ സിനിമയ്ക്കായി ആദ്യം തന്നെ സമീപിച്ചിരുന്നുവെന്ന് ലോകേഷ് വ്യക്തമാക്കിയതാണ്. എന്നാൽ ലൈറ്റ് ഹാർട്ടഡ് ചിത്രമാണ് താരങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും തനിക്ക് അതിനാവില്ലെന്നും പറഞ്ഞ് ലോകേഷ് പിന്മാറുകയായിരുന്നു. ഇപ്പോൾ നെൽസണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രൊമോ വീഡിയോ തന്നെ വൻ രീതിയിലുള്ള ഫൺ ഓഫർ ചെയ്യുന്നുണ്ട്. സിനിമയും അത്തരത്തിലാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു സൂപ്പർ ഹിറ്റിലൂടെ അയാളുടെ കരിയർ ഗ്രാഫ് വീണ്ടും ഉയരട്ടെ.